ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള ആളുകൾക്കുള്ള ഒരു ചെറിയൊരു മോട്ടിവേഷൻ, ഒപ്പം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വ്യൂസ് കയറാനുള്ള കുറച്ച് ടിപ്സ്. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പം അത് എന്താണെന്ന് പറയുന്നതിനേക്കാൾ മുന്നേ ഒരു ചെറിയ റിക്വസ്റ്റ്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇത് പുതുതായിട്ട് യൂട്യൂബിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും യൂട്യൂബ് തുടങ്ങുന്നത് എന്തെങ്കിലും ഒരു മോട്ടിവേഷന്റെ പുറത്തായിരിക്കും. തീർച്ചയായും അല്ലേ, എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. നമ്മളത് അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കില്ല. നമ്മളതിങ്ങനെ കുറെ മുന്നോട്ട് കൊണ്ടുപോയതിന് ശേഷം കുറെ സബും ലൈക്കൊക്കെ ഇങ്ങനെ കൂടി വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മളത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുക. അവിടെ നിന്നും കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കുക. അപ്പോഴേക്കും എന്തായിരിക്കും, നമ്മൾ ഒരുപാട് പുറകിലായിരിക്കും. അത് സത്യമാണ്. കാരണം എന്താ വെച്ചാൽ, എന്താണ് യൂട്യൂബ്, എങ്ങനെയാണ് യൂട്യൂബ് എന്നൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ ഒരുപാട് വൈകിട്ടുണ്ടാവും. അപ്പൊ അതില്ലാതെ ഇരിക്കാനും നിങ്ങൾക്ക് എങ്ങനെ, എപ്പോ, എന്ത്, ഇതാണ് നമ്മുടെ പൊസിഷൻ. അപ്പൊ ഇതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ചാനല് സീരിയസ് ആയിട്ട് എടുക്കുക. വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഇതൊരു പാർട്ട് ടൈം ജോബാണ്. ഓക്കെ, ഫുൾ ടൈം ജോബായിട്ട് എടുക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇത് ഒരു മെയിൻ ജോബായിട്ട് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പാർട്ട് ടൈം ആയിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഒരുപാട് ആളുകൾ ഇത് മെയിൻ ആയിട്ട് കൊണ്ട് നടന്ന് ആട്ടപ്പടലായിട്ട് എടുക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനെ എനിക്കറിയാം. അതുകൊണ്ട് കൂടി പറയാനും, നിങ്ങൾ ഇത് ദയവ് ചെയ്ത് പാർട്ട് ടൈം ആയിട്ട് എടുക്കുക. തീർച്ചയായിട്ടും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും, യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഗോസിപ്പുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ലക്ഷങ്ങൾ, കോടികൾ വരുമാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗോസിപ്പുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, ഒരു മിനിമം 8,000 രൂപ മുതൽ കൂടിപ്പോയൊരു 50,000 രൂപയുടെ ഇടയിൽ. ഓക്കെ, അത് നമ്മുടെ കണ്ടന്റിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു 8,000 മുതൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 50,000 രൂപയുടെ ഉള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു വരുമാനം, സ്ഥിര വരുമാനം പോലെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും. പക്ഷേ നിങ്ങളുടെ കണ്ടന്റ് നന്നായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ചാനലിനോട് കാണിക്കുന്ന ആത്മാർത്ഥ അതിന് ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ വരുമാനം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം, ഫോളോവേഴ്സ് ഉണ്ടാവണം, വ്യൂസ് ഉണ്ടാവണം. അത് ഒരിക്കലും നമ്മുടെ ചാനൽ മറ്റൊരു ചാനലായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് നിങ്ങൾ. കാരണം എന്തറിയോ, അവർക്ക് അത്ര കിട്ടുന്നുണ്ട്, എനിക്കില്ല, ഇല്ല ഇല്ല എന്നുള്ള ഒരു നെഗറ്റീവ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാനത് വെറുതെ പറയണതല്ല. നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിനെ മാത്രം ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഒരു ചെടിയോ എന്തെങ്കിലുമൊക്കെ നട്ടു വയ്ക്കുമ്പോൾ നമ്മൾ അതിന് വെള്ളം വളമൊക്കെ ഒഴിച്ച് തലോടി കൊണ്ടുപോകണ പോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കണ്ടന്റ് ആണ് മെയിൻ. അപ്പൊ നമുക്ക് വ്യൂസ് കയറണമെങ്കിൽ നമ്മൾ കുറച്ച് ക്ഷമ കാണിക്കണം. ഒറ്റയടിക്ക് നമുക്ക് ഓടിപ്പോയിട്ട് കുറെ വ്യൂസും ലൈക്കും സബൊക്കെ വാരിക്കൂട്ടാൻ പറ്റുന്ന ഒരു എന്താ പറയാ, ഒരു മേഖലയല്ല യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടാവണം, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓരോ കണ്ടന്റും ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ സമൂഹത്തിലുണ്ട്. പക്ഷെ അവരിലേക്കൊക്കെ എത്താനായിട്ട് എന്ത് വേണം, കുറച്ച് സമയം എടുക്കും നമുക്ക്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പുതുതായിട്ട് വന്നിട്ടുള്ള യൂട്യൂബേഴ്സിനോടാണ് എൻ്റെ ഈ റിക്വസ്റ്റ്. നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ കണ്ടന്റ് നല്ല കണ്ടന്റ് ആയിട്ട്, നല്ല ക്രിയേഷൻ ആയിട്ട് ഇടുക. പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, റീയൂസർ കണ്ടന്റ് വളരെ അപകടമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്നാവട്ടെ, ഇൻസ്റ്റഗ്രാമിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സെൻഡ് ചെയ്ത് തന്ന വീഡിയോസ് ആവട്ടെ, അത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ യൂട്യൂബിൽ ഇട്ടിട്ട് നിങ്ങളുടെ യൂട്യൂബിനെ നശിപ്പിക്കരുത്. നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് യൂട്യൂബ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം കണ്ടന്റ്, നിങ്ങളുടെ സ്വന്തം ക്രിയേഷൻ ആണെങ്കിൽ യൂട്യൂബ് നല്ലോണം പ്രൊമോട്ട് ചെയ്യും. പക്ഷെ കുറച്ച് സമയം എടുക്കും. സമയം എടുത്താലും നമുക്ക് എന്താ പറയാ,
പയ്യെ തിന്ന പനിയും തിന്നാന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മുന്നേറാൻ കഴിയും. പക്ഷെ അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾക്ക് ക്ഷമ കാണിക്കണം. തീർച്ചയായിട്ടും നമ്മൾ യൂട്യൂബും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, ഓക്കെ, അതാണ് പാർട്ട്ണർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതാവണമെങ്കിൽ യൂട്യൂബിലേക്കുള്ള യഥാർത്ഥ എൻട്രി ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് അറിയാം. നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് ഈ കാണുന്ന എന്താ പറയാ 3000 വാച്ച് അവറും 500 സബും 3 മില്യൺ വ്യൂസും, അതല്ല, അതിന്റെ അടിയിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ കഴിയും 1000 സബും 4000 വാച്ച് അവറും ഒപ്പം തന്നെ 10 മില്യൺ വ്യൂസ്. ഓക്കെ, ഈ 10 മില്യൺ വ്യൂസും കൂടി ഉണ്ടെങ്കിലാണ് ഈ രണ്ട് ഓപ്ഷനാണ്. ഒന്ന് ഷോർട്സിൽ 10 മില്യൺ വ്യൂസ് ലാസ്റ്റ് 90 ഡേയ്സ്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1000 സബും 4000 വാച്ച് അവറും. ഓക്കെ, ഇതുണ്ടെങ്കിലാണ് നമുക്ക് യൂട്യൂബും നമ്മളും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നേടാൻ കഴിയുള്ളൂ. അത് പല ആളുകൾക്കും മനസ്സിലാവാറില്ല. അവര് വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി ആ ആൻസ്, അതായത് ഡോളറിന്റെ ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് അവർ പറയും അവിടെ 500 സബും 3000 വാച്ച് അവർ കാണിക്കുന്നുള്ളൂ എന്ന്. ഇതിന്റെ ഒപ്പം തന്നെ പറയാനുള്ള മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4000 വാച്ച് അവർ എന്ന് പറയുന്നത് നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി അവിടെ കാണുന്ന വാച്ച് അവർ അല്ല നമുക്ക് വേണ്ടത്. അവിടെ ടോട്ടൽ ഷോർട്സിന്റെയും എല്ലാത്തിന്റെയും കൂടിയിട്ട് ലൈഫ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് 28 ഇതിന്റെ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് ഈ ഡോളറിന്റെ ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റടിയിൽ കാണുന്ന ഭാഗത്ത് അവിടെ എത്രയാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു വാച്ച് അവർ അല്ലെങ്കിൽ അവിടെ കാണുന്ന ഒരു വ്യൂസ് ആണ് നമുക്ക് പാർട്ട്ണർ ആവാനായിട്ട് വേണ്ട ക്വാളിഫിക്കേഷൻ. ഇനി വ്യൂസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഫോളോവേഴ്സ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നറിയോ? നമ്മുടെ കണ്ടന്റ് നല്ലതായിരിക്കണം. ഒപ്പം തന്നെ നിങ്ങൾ എന്തിനു ഒരുപാട് ആളുകൾ ചെയ്യാത്ത കാര്യമാണ് ഒരു ടാഗ് ചെയ്യാറില്ല. എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ടാഗ് ചെയ്യാന്നൊക്കെ ഉള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട്. അതിനി കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടാഗ് ചെയ്യണം. വ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ വേണം? ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം, കണ്ടന്റ് നല്ലതായിരിക്കണം, നല്ല അടിപൊളി തമ്പനെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് പോയി കാണുക. എങ്ങനെയാണ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ അവിടെ പോയി കാണുക. ഒപ്പം തന്നെ അപ്പോൾ നല്ല അട്രാക്ഷൻ തമ്പനെയിലായിരിക്കണം, നല്ല ടൈറ്റിലായിരിക്കണം, നല്ല കണ്ടന്റ് നന്നായിരിക്കണം, ഒപ്പം തന്നെ ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി മറ്റൊരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അലോ എംബഡി എന്ന് പറഞ്ഞിട്ട് അതിനെയും കുറിച്ചിട്ട് ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അലോ എംബഡി ഡിസേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിന് ശേഷം നിങ്ങൾ മറ്റൊരു കാര്യം ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഫേസ്ബുക്കോ വാട്സപ്പോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഈ ലിങ്ക് കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വ്യൂസിനെ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് എൻഡ് സ്ക്രീൻ വെക്കുക. എൻഡ് സ്ക്രീൻ വെച്ചാൽ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക്, അതായത് നമ്മുടെ വീഡിയോ അവസാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലി വേറൊരു ചാനലിന്റെ വീഡിയോ ആണ് അവിടെ കാണിക്കാറ് അല്ലെ. നമ്മുടെ വീഡിയോ തന്നെ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മറ്റുള്ള വീഡിയോസിലേക്കും വ്യൂസിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് വ്യൂസിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അപ്പൊ എൻഡ് സ്ക്രീൻ വെക്കുക. എൻഡ് സ്ക്രീൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതും നമ്മളവിടെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകളോട് അല്ലെങ്കിൽ വരാനുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് വർദ്ധിപ്പിക്കാൻ പറ്റും. അതിലുപരി നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ്. യൂട്യൂബിനെ സംബന്ധിച്ച് നല്ലോണം ക്ഷമിച്ച് മുന്നോട്ട് പോകണം. റെഗുലറായിട്ട് നിങ്ങൾ വീഡിയോ ഇടുക. മറ്റൊരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾ മാസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ കഴിഞ്ഞിട്ട് ഇനിയൊരു വീഡിയോ ഇടുമ്പോൾ ഒരിക്കലും നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നോട്ടിഫിക്കേഷൻ അവർക്ക് ചെല്ല എന്ന് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ ചെല്ലണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റെഗുലർ ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം.
നിങ്ങൾ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾ ആഴ്ചകൾക്ക് ശേഷം മറ്റൊരു വീഡിയോ ഇട്ടാൽ ഒരിക്കലും ഈ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യില്ല, അവരിലേക്ക് എത്തിപ്പെടില്ല. കാരണം അവർ സ്ഥിരമായിട്ട് യൂട്യൂബ് കാണുന്ന ആളുകളാണെങ്കിൽ അവർ കാണുന്ന വീഡിയോസ്, ആ ചാനലിന്റെ വീഡിയോസുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവര് സ്ഥിരമായിട്ട് നമ്മുടെ ചാനലും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസും കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെഗുലർ ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ നോട്ടിഫിക്കേഷൻ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ. അത് മുഖേന കൂടുതൽ ആളുകൾ കാണുന്ന അനുസരിച്ച് യൂട്യൂബ് എന്ത് ചെയ്യും, യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്യും, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കും. അങ്ങനെ എത്തിക്കണമെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. ഷോർട്സ് വീഡിയോ ഒക്കെ ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഡെയിലി ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഡെയിലി ഷോർട്ട് വീഡിയോ ഇടുക. ഓക്കെ, ഡെയിലി ഷോർട്ട് വീഡിയോ ഇടുക. അതേപോലെ തന്നെ ലെങ്ത് വീഡിയോസ്, കൂടുതൽ ലെങ്ത് ഉള്ള വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ മിനിമം 2 വീഡിയോ എങ്കിലും ഇടണം, ഇല്ലെങ്കിൽ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇടണം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷനും മറ്റുള്ളവരിലേക്ക് ചെല്ലുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനലിലേക്ക് വ്യൂസ് കൊണ്ടുവരാൻ പറ്റുള്ള. വ്യൂസ് ആണ് അടിസ്ഥാന ബേസിക്. ഈ വ്യൂസ് ഉണ്ടെങ്കിലാണ് എന്തൊക്കെ ഉണ്ടാവുള്ളൂ, സബും കയറുള്ളൂ, വാച്ച് അവറും കയറുള്ളൂ, വ്യൂസും കയറുള്ളൂ, ലൈക്കും കയറുള്ളൂ, കമന്റും കയറുള്ളൂ. ഇതൊക്കെ നമ്മുടെ ചാനലിന് ആവശ്യമുള്ള ഘടകങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ ഇടണം. അതിന് നമുക്ക് നമ്മുടെ ചാനലിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങളുടെ ചാനലും നമ്മുടെ എല്ലാവരുടെ ചാനലും ഒരുമിച്ച് മുന്നോട്ട് പോകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ഞാൻ ഷമീർ തൃശൂർ.